മറുപടി ഒന്നും പറഞ്ഞില്ല. വയ്യ, വലിയ വിളക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അങ്ങനെ പറയരുത്. ചന്ദനാരെ പോച്ച് പുറത്തെ അടിച്ചതും തമ്പുരാനെ പ്രസിഡന്റാക്കാൻ വാശി പിടിച്ചതും ഞങ്ങളാ. ഇതൊരു അഭിമാന പ്രശ്നമാണ്. മനസ്സിലായി. പക്ഷേ വേണ്ട, നിങ്ങളൊക്കെ കൂടി അങ്ങ് നടത്തിയാൽ മതി. നാഥനില്ലാത്ത അവസ്ഥയായി പോകും. അല്ല, ഇങ്ങനെ ഒഴിഞ്ഞു മാറാനും വേണ്ടി ഇപ്പം എന്തോ ഉണ്ടായത്. ഈ സമയത്ത് ഒഴിഞ്ഞു മാറിയാ അതൊരു തോറ്റുകൊടുക്കലാവും. ചന്ദനായർക്കും കൂട്ടർക്കും കൈകൊട്ടിച്ചിരിക്കാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കണോ? ഇനി ആലോചിക്കാനൊന്നുമില്ല. ഞങ്ങളൊക്കെ തമ്പുരാന്റെ ഒപ്പം ഉണ്ടാവും. അത് പോരല്ലോ, ശർക്കര ഉരുട്ടി കയറ്റി അയക്കുന്ന പോലല്ല. വലിയ വിളക്ക് നടത്തുക എന്നൊക്കെ പറഞ്ഞാ അതിന് കുറച്ച് മനക്കെട്ടി വേണം. അങ്ങനെ അല്ലയോടെ? പിന്നെ താങ്ങി പിടിക്കാൻ കുറെ കൂലിപ്പട ഉണ്ടായിട്ട് കാര്യമില്ല, പട നയിക്കാൻ അറിയണം. അല്ലെങ്കിൽ അംഗത്തിൽ തോറ്റുപോകും. നാട്ടുകാർ കൈകൊട്ടി ചിരിക്കുകയും ചെയ്യും. അതെ, പട നയിക്കാനും ജയിക്കാനും ഊമംഗലത്തുകാരെ ആരും അങ്ങനെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് അമ്പും വില്ലങ്ങ് താഴെ വെച്ച് കളഞ്ഞെന്ത്? എടുത്തൊന്ന് പെരുമാറി നോക്ക്, അപ്പൊ അറിയാൻ തോക്കോ ജയിക്കുമെന്ന്. അറിയാനൊന്നുമില്ല. ഈ നാട്ടുകാർ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു വലിയ വിളക്ക് ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. വാ കൊണ്ട് പറഞ്ഞാ പോരാ, നടത്തി കാണിക്കണം. കാണിക്കും. ഊമംഗലത്ത് അനന്തപത്മനാഭനാ പറയണേ. നമുക്ക് കാണാം. വാടേ, തോറ്റുകൊടുക്കരുത്. ധൈര്യമായിട്ട് നടത്തണം തമ്പുരാനെ. ഒന്ന് പോട. ഇനി ആലോചിക്കാനൊന്നുമില്ല. വലിയ വിളക്ക് നമുക്ക് ഗംഭീരമാക്കണം.